ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, അത് വർക്ക് ആവുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൽ ഫ്രീ ഓപ്ഷൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു വെബ്സൈറ്റ് ഇപ്പം പെയ്ഡ് ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തത്. പക്ഷേ ഇതിൽ നമുക്ക് ഹഗ്ഗിങ് മാത്രമല്ല, കിസ്സിങ്ങും നിങ്ങൾക്ക് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ പിക്ചർ തന്നെ വേറൊരു ലെവലോട്ടൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിസ് ചെയ്യുന്നത് മിസ്യൂസ് ചെയ്യരുത്, കാരണം വേറെ ഒന്നുമില്ല, പണി പാലും വെള്ളത്തിൽ കിട്ടും, അത് തന്നെ കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഇവിടെ പിക്സാർട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിലൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ക്രോപ്പ് ഓപ്ഷൻ എടുത്തിട്ട് അതിൻ്റെ റേഷ്യോ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പിക്സാർട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതാണോ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഉള്ളത് അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ റേഷ്യോ എടുത്തിട്ട് ആഡഡ് ഫോട്ടോയിൽ കൊടുത്തിട്ട് ഞാൻ ഒരു പിക്ചർ ഇതിലോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങൾ സെക്കൻഡ് പിക്ചറും ഇതേപോലെ തന്നെ ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഓവറായിട്ട് സ്പേസ് വരരുത് കേട്ടോ, എങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വലിയ സ്പേസ് വരാത്ത രീതിയിൽ നിങ്ങളത് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കണേ. എന്നിട്ട് മുകളിലെ സേവ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഗാലറിയിലോട്ടൊന്ന് സേവ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പിക്സ്വേഴ്സ് AI എന്നുള്ളൊന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം കാണുന്ന സൈറ്റിലൊന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. ആദ്യം തന്നെ നിങ്ങളൊരു ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ കൊടുത്ത് അതിൽ നല്ലൊരു കിടിലും പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കിടിലും വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം വെച്ചാൽ അതിൽ ഒത്തിരി എഫക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ ആ ഒരു വീഡിയോ പോലെ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എഫക്ട്സിൽ ഹഗ് യുവർ ലവ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ അവിടെ വരും. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മളാണ് പിക്ചർ ആഡ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിക്സാർട്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പിക്ചർ ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ട, പ്രോംപ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഇമെയിലിൽ നമുക്കൊരു 5-6 വീഡിയോസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വേറൊരു ഇമെയിൽ ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിലും ആ ഒരു ഇമെയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാൻ നേരം ഇതേപോലെ പ്രോസസ്സിങ് കാണിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ വരണമെന്നില്ല, AI ആണ്. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡി ആയില്ല. പക്ഷേ എനിക്ക് എന്തായാലും റെഡി ആയിട്ടില്ല, കാരണം ഞാൻ ഹഗ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് കിസ്സിങ് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിലിട്ടിട്ട് അതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കണം, കാരണം അതിൽ ഡ്യൂറേഷൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്പീഡ് കുറച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് അതിലോട്ട് ആഡാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കിടിലം വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ ബൈ.